16 വാർഡുകളിലും 16 സ്ത്രീകൾ മത്സരിക്കുകയാണ്. അഴിമതിരഹിത ഭരണം കൊണ്ടുവരിക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അഴിമതിക്ക് എതിരാണ്. സ്ത്രീകളൊരു നല്ല മാനേജറിയൽ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. പൂത്തൃക്ക പഞ്ചായത്തിൽ ഇപ്പോൾ 2020 വരേണ്ടത് ഒരാവശ്യം കൂടി, ജനങ്ങളുടെ ഒരാവശ്യം കൂടിയാണ്. ഒരു വീടിൻ്റെ നെടുന്തൂണാകാൻ കഴിവുള്ളവളാണ്. ഒരു മൾട്ടി ടാസ്കർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നാടിൻ്റെ അമ്മയായിട്ട് മാറാനും സാധിക്കും. ഇപ്പോൾ ഫുഡ്, അതുപോലെ പാർപ്പിടം, വെള്ളം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആവശ്യപ്പെടുന്നുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത്ര നാളും ഭരിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് 2020 കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് പിന്നെ മക്കളെന്ന് പറയുന്ന മക്കളെന്നോട് പറഞ്ഞു, അമ്മ ഓക്കെ ആണെങ്കിൽ, അമ്മ ഹാപ്പി ആണെങ്കിൽ അമ്മ ചെയ്തോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അമ്മ ഹാപ്പി ആയിരിക്കണം എന്ത് ചെയ്താലും എന്ന് പറഞ്ഞു. കിഴക്കമ്പലത്തെ വികസനങ്ങൾ നമ്മൾ കണ്ടിട്ട് തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അതിലൊരു അംഗമാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാനുണ്ടായത്. നമസ്കാരം. തിരുവാണിയൂരിന് പിന്നാലെ പൂത്തൃക്ക പഞ്ചായത്തിലും 100% സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ടാണ് 2020 ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. പൂത്തൃക്ക പഞ്ചായത്തിൻ്റെ ചുമതലയുള്ളത് കുന്നത്തുനാട് 2020യുടെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള ബിനു പീറ്ററിനാണ്. ബിനു പീറ്റർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ? വളരെ ഭംഗിയായിട്ട് പോകുന്നു. പൂത്തൃക്കയിൽ ഒരു ചേഞ്ച് വരണമെന്ന് ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആ ഒരു നിലയിലാണ് നമ്മൾ പൂത്തൃക്കയിൽ മത്സരിക്കുന്നത്. ഇവിടെ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ സാധാരണ ജനങ്ങൾ, കാരണം മെയിനായിട്ട് റോഡുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ, കൃഷി, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. നിലവിൽ പഞ്ചായത്തിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. മിക്ക റോഡുകളും വളരെ താറുമാറായി കിടക്കുന്നു. ലൈറ്റുകൾ, സ്ട്രീറ്റ് ലൈറ്റുകൾ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഭൂരിഭാഗം വരുന്ന കൃഷിക്കാരുടെയും കൃഷിയിടങ്ങളൊന്നും കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് മെയിനായിട്ടും പൂത്തൃക്ക ഫേസ് ചെയ്യുന്നത്. സാധാരണക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പോഴും എത്തുന്നില്ലെന്നാണോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? കാരണം കോളനികളുണ്ടെങ്കിൽ അവരുടെ വീടുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. പല പ്രശ്നങ്ങളും നമ്മൾ റോഡുകളിലൂടെയും നാട്ടുകാരുടെ അടുത്തും ചെല്ലുമ്പോൾ ഫേസ് ചെയ്യുന്ന അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഫേസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ ഒരു 100% സ്ത്രീകളെ അണിനിരത്തിക്കൊണ്ട് ഇലക്ഷൻ നേരിടാനുള്ള കാരണം എന്താണ്? അതായത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒന്ന് അഴിമതിരഹിത ഭരണം കൊണ്ടുവരിക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ അഴിമതിക്ക് എതിരാണ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകളൊരു നല്ല മാനേജറിയൽ കപ്പാസിറ്റി ഉള്ള ആളുകളാണ്. അപ്പോൾ ഒരു വീട് മാനേജ് ചെയ്യുന്ന പോലെ ഒരു ഭംഗിയായിട്ട് ഈ നാട് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ സ്ത്രീകളെ അണിനിരത്തിയിരിക്കുന്നത്. എന്തൊക്കെ നോക്കിയിട്ടാണ് ഇപ്പം നിങ്ങളുടെ സ്ഥാനാർത്ഥികളെ സെലക്ട് ചെയ്തേക്കുന്നത്? നമ്മൾ നന്നായിട്ട് കുടുംബം നോക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ വിദ്യാഭ്യാസം, മിനിമം പ്രീ ഡിഗ്രി എങ്കിലും ഉള്ള ആളുകളാണ്, വിദ്യാഭ്യാസമുള്ള ആളുകളെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. നല്ല കേപ്പബിളായിട്ടുള്ള, നല്ല സ്മാർട്ടായിട്ടുള്ള വനിതകളാണ് ഞങ്ങളുടെ എല്ലാം. അതെ. ഇവിടെ എത്ര വയസ്സ് മുതൽ എത്ര വയസ്സ് വരെയുള്ള സ്ത്രീകളാണുള്ളത്? നമുക്ക് 30-ന് മുകളിൽ, 30 to 50, 55 വരെയുള്ള ആളുകളുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഷുവറായിട്ടും. തീർച്ചയായിട്ടും. അപ്പം നമുക്ക് ഇവിടെ 16 വാർഡാണുള്ളത് അല്ലേ? 16 വാർഡുകളിലും 16 സ്ത്രീകൾ മത്സരിക്കുകയാണ്. എന്തായാലും നമുക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ഒന്ന് പരിചയപ്പെടാം. എല്ലാവരും എത്തിയിട്ടുണ്ട്. എന്താണ് പേര്? വീണ മാത്യു. 16-ാം വാർഡിലെ ചൂണ്ടി എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലത്താണ് പൂത്തൃക്ക പഞ്ചായത്തില്. എന്ത് ചെയ്യാണ്? ഞാൻ ഒരു ബൊട്ടീക്ക് ഓണറാണ്. ഞാൻ സ്പോർട്സ് സയൻസ് എന്ന് പറഞ്ഞ കോഴ്സാണ് ചെയ്തത്. സ്പോർട്സ് സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബൊട്ടീക്ക് റണ്ണിങ്ങിലാണ്. ഇത് ഈ സ്ഥാനാർത്ഥി ആയത് എന്തുകൊണ്ടാണ്? സ്ഥാനാർത്ഥി ആക്ച്വലി ആക്സിഡൻ്റലി ആയതാണ്. പക്ഷേ എനിക്ക് ഒരു സോഷ്യൽ വർക്കിനോട് താല്പര്യമുണ്ട്. ഞാൻ MSW ഞാൻ ചെയ്യുന്നുണ്ട് ഡിസ്റ്റൻ്റായിട്ട്. അപ്പം എനിക്ക് ആൾക്കാരിലോട്ട് ഇറങ്ങി പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹമുണ്ട്. അപ്പം എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അത് 2020 തന്നെ എൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തു. അപ്പം എനിക്കതൊരു ഗുഡ് ചോയ്സാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്തു. MSW ആകുമ്പം ഒരുപാട് സാമൂഹിക പ്രതിബദ്ധത നമുക്ക് തെളിയിക്കാൻ പറ്റും നമ്മുടെ ഭാഗത്ത്. അതെ അതെ അതെ. ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങിത്തിരിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് എൻ്റെ ജേണലുകളിലും ഒക്കെ എനിക്ക് എടുക്കാൻ പറ്റും. അപ്പം
അതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് ഞാൻ എടുത്തു. പിന്നെ 2020 എന്നൊരു പാർട്ടി എനിക്ക് ഒരു ഗുഡ് ചോയ്സ് ആണെന്ന് തോന്നി. അത് ആൾക്കാരിലോട്ട് ഡയറക്റ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചൂസ് ചെയ്തത്. വാർഡ് ഏതായിരുന്നു? എത്ര 16. ചേച്ചിയുടെ പേര് വാർഡ്. എൻ്റെ പേര് ജിനു റജി, വാർഡ് 15. ഇപ്പം നിലവിൽ എന്ത് ചെയ്യുക? നിലവിലിപ്പോൾ ഹൗസ് വൈഫാണ്. ഞാൻ ആക്ച്വലി ഞാൻ നേഴ്സായിരുന്നു. 15 വർഷം സൗദിയിലായിരുന്നു. അതിനുശേഷം പിന്നെ നാട്ടിൽ വന്നു ഒരു ബുട്ടിക്ക് നടത്തി. അതിനുശേഷം ഒരു ഹോട്ടലുണ്ടായിരുന്നു. ഇതെല്ലാം ഒരുപോലെ മാനേജ് ചെയ്തുകൊണ്ട് പോകുമായിരുന്നു. ഇപ്പം അതൊരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അത് കാരണം അതൊക്കെ നിർത്തേണ്ടി വന്നു. ഇപ്പം ഞാൻ വെറുതെ ഫ്രീ ആയിട്ട് വീട്ടിലിരിക്കുകയാണ്. അപ്പം നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റിയ ഒരു വാർഡ്. തീർച്ചയായും. കാരണം ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ ഒരേ സമയം ഹോട്ടലും ഒരേ സമയം കടയും ഒരേ സമയം വീടും നയിച്ചുകൊണ്ടാണ്. കാരണം ഹസ്ബൻഡ് ഇവിടെ ഇല്ല. അപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെയാണ് വീടും ഇതെല്ലാം കാര്യങ്ങളും ഞാൻ ചെയ്തു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് മൾട്ടി സ്കില്ലുള്ള ആളാണ്. അതെ, തീർച്ചയായും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ഥാനാർത്ഥിയാകാനുള്ളത് കാരണം? സ്ഥാനാർത്ഥിയാകാനുള്ള കാരണം ഞാൻ ഹോട്ടലൊക്കെ പട്ടിമറ്റത്തൊക്കെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പഞ്ചായത്തിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് തരുന്നു. അതുപോലെ തന്നെ അവിടെ നമ്മൾ പോകുമ്പോൾ അവിടെയുള്ള എല്ലാ കാര്യങ്ങളും കാരണം വികസനം കണ്ട് അതെനിക്ക് ഒത്തിരി ഇമ്പ്രസ്സായി. കാരണം ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം കാരണം ഇതിലേക്ക് 2020 തന്നെ വന്നു. അപ്പം അത് ഒത്തിരി സന്തോഷത്തോടെ മനസ്സോടുകൂടി ഏറ്റെടുത്തു. ഇത് തന്നെ മുന്നോട്ട് പോകും ഇങ്ങനെ തന്നെ. ഏത് വാർഡാണ്? 14-ാം വാർഡ്. പേര് രഞ്ജിനി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ഥാനാർത്ഥിയായത്? സ്ഥാനാർത്ഥിയായതെന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുടെ വികസനങ്ങളൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഒരു അവസരം എനിക്ക് കിട്ടിയതാണ് 2020 വരാൻ കാരണം. പിന്നെ ആളുകളുടെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിഞ്ഞ് ചെയ്യാം. അപ്പോൾ വീട്ടമ്മയായ എനിക്കും വീട്ടിലത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടല്ലോ. അതുപോലെ നമുക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ച് ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം പഠിച്ച് നമുക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുക എന്നുള്ളൊരു ഇതിനായി എനിക്ക് 2020 ഒരു അവസരം തന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പ്രയോജനപ്പെടുത്തും. നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഷാൻഡി ഷിബു, 13-ാം വാർഡ് പൂത്തൃക്ക പഞ്ചായത്തിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതാണ്. ഓക്കെ. വാർഡുകളിൽ ഇറങ്ങി നടക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്? വാർഡുകളിൽ ഇറങ്ങി നടക്കുമ്പോൾ വീട് പല കോളനികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ റോഡുകൾ എല്ലാം വളരെ ശോചനീയാവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട്. നമ്മൾ ഈ മെയിൻ റോഡിൽ കൂടെ നടക്കുമ്പോൾ അതായിരുന്നു എന്നാണ് വിചാരിച്ചിരുന്നത് നമ്മുടെ ലോകം. പക്ഷേ അതല്ല, വഴികൾ വളരെ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളും എല്ലാം ഉണ്ട്. അതിനെല്ലാം ഒന്ന് നേരെയാക്കുക എന്നുള്ളത് അത് 2020 മാത്രമേ പറ്റുള്ളൂ. മറ്റു പാർട്ടികൾക്കത് സാധിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ 2020 അത് സാധിക്കും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് നമ്മൾ എന്തായാലും 2020 കൂടെ നിൽക്കുന്നത്. എൻ്റെ പേര് നീതു. ഞാൻ 12-ാം വാർഡിൽ പൂത്തൃക്ക പഞ്ചായത്തിൽ മത്സരിക്കാൻ നിൽക്കുകയാണ്. കക്കാട്ടുപാറ സ്ഥലത്ത് നിന്ന്. ആളുകൾ കൂടുതലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറയുന്നത്? ആളുകൾ കൂടുതൽ പോസിറ്റീവായിട്ടാണ് പറയുന്നത് 2020 കുറിച്ച്. പൂത്തൃക്ക പഞ്ചായത്തിൽ ഇപ്പോൾ 2020 വരേണ്ടത് ഒരാവശ്യം കൂടി, ജനങ്ങളുടെ ഒരാവശ്യം കൂടിയാണ്. അത് ഇപ്പോൾ എനിക്കങ്ങനെ ഒരു അവസരം കിട്ടിയത് എൻ്റെ മാക്സിമം കഴിവ് ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുമെന്ന് ഉറപ്പ് വരും. പിന്നെ ഇങ്ങനെ ഒരു 2020 സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ എല്ലാവരോടും ഒരു നന്ദിയായിട്ടും അറിയിക്കുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് രാഷ്ട്രീയ. എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ അതിൻ്റെ? ടെൻഷനൊന്നുമില്ല. ജയിക്കും എന്തായാലും. പൂത്തൃക്ക പഞ്ചായത്ത് 16 വാർഡും നമ്മൾ കീഴടക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. എൻ്റെ പേര് മഞ്ജു ജോർജ്, 11-ാം വാർഡിൽ നിൽക്കുന്നു. ഹൗസ് വൈഫാണ്. ഒരു ധൈര്യമുണ്ടോ ഈ ഒരു വാർഡ് ഭരിക്കാൻ കഴിയുമെന്ന്? തീർച്ചയായിട്ടും. ഒരു കുടുംബം ഭരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു വാർഡ് ഭരിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എന്തൊക്കെയാണ് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഒത്തിരി റോഡ് ഒത്തിരി മോശമായുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ വെള്ളം കിട്ടാത്ത സ്ഥലമുണ്ട്. അപ്പം 2020 മാത്രമേ പറ്റുള്ളൂ വെള്ളം എത്തിക്കാനും. ഇങ്ങനെ പിന്നെ ഒത്തിരി പാടില്ലാതെ രോഗികളായി കിടക്കുന്നവരുണ്ട്. അവർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം തീർച്ചയായിട്ടും. എൻ്റെ പേര് അഞ്ജു സുരേഷ്. ഞാൻ പൂത്തൃക്ക പഞ്ചായത്തിലെ പാലക്കാമറ്റം 10-ാം വാർഡിലാണ് മത്സരിക്കുന്നത്. ഓക്കെ. ഈ സാധാരണക്കാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സാധാരണക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അടിസ്ഥാന വികസനമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലുത്.
റോഡ്, വെളിച്ചം, അതുപോലെ തന്നെ പാടങ്ങൾ, അവിടുത്തെ കൃഷി രീതികൾ, അതൊക്കെ തന്നെയാണ് ഏറ്റവും മുഖ്യം. അപ്പോൾ നമുക്ക് കൃഷിയാണ് കൂടുതലായിട്ടും ഇത് വന്നേക്കുന്നത്. എങ്ങനെയാണ് 2020 സ്ഥാനാർത്ഥിയായത്? നമ്മുടെ കിഴക്കമ്പലത്തെ വികസനങ്ങൾ നമ്മൾ കണ്ടിട്ട് തന്നെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലും ഈ വികസനങ്ങൾ വന്നാൽ ഏറ്റവും നല്ലതാണെന്ന് കരുതി. അപ്പോൾ അതിലൊരു അംഗമാകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അന്നേരം സന്തോഷത്തോടു കൂടി അത് ഏറ്റെടുക്കാനുണ്ടായത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഇറങ്ങി പ്രവർത്തിച്ചിട്ടൊന്നുമില്ല. നിലവിലെ രാഷ്ട്രീയ പാർട്ടികളോട് എന്താ മനസ്സിലുള്ള വികാരം? വികാരം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല ഇതൊന്നുമില്ല. ഒരു നാടിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അതൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. സാധിക്കും. എൻ്റെ പേര് എലീസ മാത്യു. ഞാൻ 9-ാം വാർഡ് കിങ്ങിണിമറ്റ എന്ന സ്ഥലത്തു നിന്നാണ് കാൻഡിഡേറ്റുമായിട്ട് മത്സരിക്കുന്നത്. എന്താ ഇപ്പം 2022 വന്നു, അതെങ്ങനെയായിരുന്നു വന്നത്? അത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ കിഴക്കമ്പലം അവിടെയാണല്ലോ ആദ്യമായിട്ട് 2020 ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതുവഴി പോയപ്പോൾ അവിടെ വരെ വികസനങ്ങളും അതുപോലെ തെരുവ് വിളക്കുകൾ, നമ്മളിപ്പോൾ രാത്രി സഞ്ചരിച്ചാലും നമുക്ക് വണ്ടിയുടെ ലൈറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ആ റോഡ് വഴി നമുക്ക് സഞ്ചരിക്കാം. പക്ഷേ ഞങ്ങളുടെ നാട്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമല്ല. അപ്പോൾ ആ ഒരു വികസനം അവിടെ ഉള്ളതുപോലെ തന്നെ നമുക്ക് ഇവിടെയും കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അതിൽ ഒരാളാവാനായിട്ട് എനിക്ക് സാധിക്കുമെങ്കിൽ, എൻ്റെ നാട്ടുകാർക്ക് അങ്ങനെ ഒരു സഹായം ചെയ്തു കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു പ്രൗഡായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ ആ ഒരു ഇതിന് മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പം ഇത്രയും ആൾക്കാരെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും. എവിടെ നിന്നാണ് ആ വിശ്വാസം വന്നത്? അത് ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ് നമ്മളിപ്പോൾ ഇറങ്ങി കുറേ പ്രവർത്തിച്ചല്ലോ. നമ്മളിപ്പോൾ കുറേ ആൾക്കാരെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് വന്നു. 8-ാം വാർഡ് കോലഞ്ചേരി ഈസ്റ്റ്. എൻ്റെ പേര് പൂജ ജോമൻ. എങ്ങനെയുണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പം ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോഴും? നല്ല പ്രവർത്തനമാണ്. പിന്നെ നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ അറിയാം അവരുടെ വിഷമങ്ങളും ഇതൊക്കെ. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം വ്യത്യാസമുണ്ട്. നമ്മൾ പൊതുജനങ്ങളിലോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് ഇപ്പോൾ ഫുഡ്, അതുപോലെ പാർപ്പിടം, വെള്ളം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് നമ്മൾക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്കാർ ഇത്ര നാളും ഭരിച്ചിട്ട് അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് 2020 കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ പറയുന്ന ഇത് ആവശ്യങ്ങൾ ഞാൻ സഹായിച്ചു കൊടുക്കും. 2020 പറ്റിയിട്ട് എന്താണ് നാട്ടുകാരുടെയൊക്കെ ഒരു അഭിപ്രായം? നല്ല അഭിപ്രായമാണ്. കാരണം വെച്ചാൽ ഒരു മാറ്റം വരാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അഴിമതിരഹിതമായിട്ടുള്ളൊരു മാറ്റത്തിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പഞ്ചായത്ത് നേരെയാക്കാൻ പറ്റുള്ളൂ പ്രവർത്തനങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 7-ാം വാർഡ് തമ്മാനിമറ്റം. പേര് ഷിഞ്ചു മോൾ പി മാത്യു. എന്ത് ചെയ്യുക? ഞാൻ ഹൗസ് വൈഫാണ്. പിന്നെ ഹസ്ബൻഡിന് ഇവിടെ കോലഞ്ചേരിയിൽ ഒരു കടയുണ്ട്. ഇടയ്ക്ക് കടയിലൊക്കെ പോയിരിക്കും. അതൊക്കെ ഉള്ളൂ. ആളുകളോടൊക്കെ എങ്ങനെയാണ് സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ? ഞാൻ പള്ളിയിലൊക്കെ അങ്ങനെ സൺഡേ സ്കൂള്, കുടുംബ യൂണിറ്റ്, അങ്ങനെ എല്ലാതുമായിട്ട് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾ തന്നെയായിരുന്നു. അതുകൊണ്ട് ആൾക്കാരുടെ ഇടയ്ക്ക് സോഷ്യൽ വർക്ക് എന്ന രീതിയിൽ എനിക്ക് ആളുകളുടെ ഇടയ്ക്കേക്ക് പോകാനൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. എന്ത് കാര്യം ചെയ്യാനും എനിക്കിഷ്ടമാണ്. 2020 സ്ഥാനാർത്ഥിയായിട്ട് ചെല്ലുമ്പോൾ ഒരു പ്രതികരണം എങ്ങനെയാണ്? ആളുകൾക്ക് നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാവരും പറയുന്നത്. എല്ലാ വീടുകളിലും ചെല്ലുമ്പോൾ ആൾക്കാർ നല്ല പോസിറ്റീവായിട്ടാണ് മറുപടി പറയുന്നത്. കിഴക്കമ്പലത്തെ എല്ലാ വികസനവും, കിഴക്കമ്പലം കുന്നത്ത് നാടിലേക്ക് വികസനം നമ്മുടെ നാട്ടിലും വരണം, അതിന് മോള് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാണ് എല്ലായിടത്തും നല്ലൊരു പോസിറ്റീവായിട്ടാണ് എല്ലാവരും പറയുന്നത്. 6-ാം വാർഡാണ്. എൻ്റെ പേര് ലിസി അബ്രഹാം. കറുകപ്പുള്ളിയിൽ, സ്ഥലം കറുകപ്പുള്ളിയാണ്. വീട്ടമ്മയാണ്. വീട്ടമ്മ എന്ന നിലയിൽ നിന്നും ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്തി. ഇനി ഒരു വാർഡ് മെമ്പർ ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പം അത് എത്രത്തോളം ഒരു പ്രതിസന്ധി ഉണ്ടാക്കും? അതോ പ്രതിസന്ധി ഉണ്ടാക്കുമോ അതോ ഈസി ആയിരിക്കുമോ? വലിയ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കാരണം എല്ലാവരും 2020 സപ്പോർട്ടാണ്. സ്ത്രീജനങ്ങൾ മൊത്തം 2020 സപ്പോർട്ടാണ്. കാരണം എൻ്റെ വാർഡിനോട് ചേർന്ന് കിടക്കുന്നതാണ് ഐക്കരനാട് പഞ്ചായത്ത്. അവിടെ ഒത്തിരി വികസനങ്ങൾ വന്നു. ഇതെല്ലാവരും കണ്ടേക്കണെയാണ്. അപ്പോൾ അവർക്കൊക്കെ നല്ല താല്പര്യമുണ്ട് 2020യോട്. അതുകൊണ്ട് ഒരു ടാസ്ക്കായിട്ട് തോന്നുന്നില്ല. അത് നേരത്തെ എന്തെങ്കിലും പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ജനങ്ങളോടൊക്കെ സംസാരിക്കാറൊക്കെ ഉണ്ടായിരുന്നോ നേരത്തെ? ഇല്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിലേക്ക് ഇറങ്ങിയേക്കുന്നത്. ഒരുപാട് ആൾക്കാരെ കാണുന്നതൊക്കെ അങ്ങനെയാണ്? അല്ല, ഞങ്ങൾ പള്ളിയിലും അങ്ങനെയൊക്കെ കുടുംബ യൂണിറ്റ് അങ്ങനെയുള്ള ഇതിലൊക്കെ ഉണ്ട്. ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ? ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. കുഴപ്പമില്ല. എൻ്റെ പേര് മിനി ഷൈജൻ. ഞാൻ പുതൃക പഞ്ചായത്തിലെ 5-ാം വാർഡിലെ കാൻഡിഡേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എന്ത് ചെയ്യുക?
ഞാൻ ഹൗസ് വൈഫാണ്. പിന്നെ എനിക്കൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ട്. പിന്നെ ഹോം ബേക്കറാണ്. പിന്നെ ഞാൻ നഴ്സിംഗ് വർക്ക് കഴിഞ്ഞിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഫസ്റ്റ് പ്രഗ്നൻസി ഒക്കെ നിർത്തിയതാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും? ജനങ്ങൾക്ക് വേണ്ടി 2020 അതായത് ജനങ്ങൾക്ക് വേണ്ടി കുറേ വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ അത്യന്താപേക്ഷിതമായിട്ടുണ്ട്. ഇപ്പം ഞാനൊരു വീട്ടമ്മ എന്ന നിലയിൽ എന്താ പറയുക, നമ്മുടെ കുടുംബ ബഡ്ജറ്റ് നോക്കുവാണെങ്കിൽ എന്താ ഗ്യാസ്, പിന്നെ നമ്മുടെ വിലക്കയറ്റം, ഇതെല്ലാം നമ്മൾക്ക് ഒരു കുടുംബം നടത്തിക്കൊണ്ട് പോകാൻ താങ്ങാൻ പറ്റുന്നില്ലാത്ത സമയത്ത് 2020 വരുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഏതാ വാർഡ് പേര്? എൻ്റെ പേര് അശ്വിനി വിജയൻ. ഞാൻ പുതുപ്പനത്ത് 4-ാം വാർഡിൽ മത്സരിക്കുന്നു. എന്ത് ചെയ്യുകയാണ്? ഞാൻ ഇലൂഷൻ ഡെൻ്റൽ ലാബിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പം ജോലിയും ഇതും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും, ഉറപ്പായിട്ടും പറ്റും. കാരണം എനിക്ക് 2 കുട്ടികളാണുള്ളത്. 2 പേരും ചെറുതാണ്. പിന്നെ വീട്ടിലെ കാര്യങ്ങളും ജോലി ഒരുപാട് കൊണ്ടുപോകാൻ പറ്റുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് വാർഡിലും നല്ലപോലെ പ്രവർത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഏതെങ്കിലും പ്രസ്ഥാനത്തിൽ നേരത്തെ ഉണ്ടായിരുന്നോ? ഇല്ല, നേരത്തെ ഇല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? ഇല്ല, ആശങ്കയൊന്നുമില്ല. നന്നായി തന്നെ പോകാൻ പറ്റുന്നുണ്ട്. ജനങ്ങളുടെ അടുത്തു നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ്. കാരണം അവരെല്ലാവരും ഇവിടെ ആദ്യമായിട്ടാണ് പഞ്ചായത്തിൽ 2020 മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നത് നല്ലൊരു മാറ്റം നിങ്ങളായിട്ട് കൊണ്ടുവരണം. കാരണം നിങ്ങൾക്കതിന് കഴിയും. നിങ്ങൾക്കതിന് കഴിയുന്നത് കൊണ്ടാണ് നിങ്ങളെ 16 പേരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നല്ല നല്ല സപ്പോർട്ടാണ്. ചേട്ടന്മാരാണെങ്കിലും നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ആ പ്രസൻസിൽ അറിയാൻ പറ്റും. അവർ സ്വന്തം കുടുംബത്തിലെ മക്കളെപ്പോലെ മകളെപ്പോലെയൊക്കെയാണ് നമ്മളെ ഓടി വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നു നമ്മളെ കൊണ്ട് സാധിക്കുമെന്ന് തന്നെ അവർക്കും നല്ലൊരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ സപ്പോർട്ടാണ് എല്ലാവരും. എൻ്റെ പേര് രമണി പി കെ. പൂത്തൃക്ക പഞ്ചായത്തിലെ 3-ാം വാർഡ് 10-ാം മൈലിലെ സ്ഥാനാർത്ഥിയാണ്. എന്ത് ചെയ്യുക ചേച്ചി? ഞാൻ അപ്പോഴ്സറി തൈലായിരുന്നു എനിക്ക്. അപ്പോൾ ഞാനിപ്പോൾ പോണില്ല. അപ്പോൾ ഇതിന് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നതാണ്. എന്ത് ധൈര്യത്തിലാണ് 2020 സ്ഥാനാർത്ഥിയായത്? 2020 പ്രവർത്തനം തന്നെ. കിഴക്കമ്പലത്തെ വികസനം കണ്ടിട്ടാണ് 2020 ഇറങ്ങിയത് തന്നെ. ഇപ്പം ഞാൻ ചോദിച്ച പോലെ ജനങ്ങൾ ചേച്ചിയോട് ചോദിക്കാറുണ്ടോ എന്ത് ധൈര്യത്തിലാണ് നിങ്ങളൊരു വാർഡ് മെമ്പറായിട്ട് മത്സരിക്കുന്നത്? ചോദിക്കാറുണ്ടോന്ന് ചോദിച്ചാൽ? ചോദിക്കാറുണ്ട്. അപ്പോൾ ചേച്ചി എന്ത് മറുപടി പറയും? ഞാൻ 2020 എന്ന രാഷ്ട്രീയം നമ്മുടെ പിറകിലുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാറും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് കരുതുന്നു. സാബു സാറാണ് നട്ടല്. അതെ അതെ. ചേച്ചി ഇത് വേണ്ട. എൻ്റെ പേര് ലതാ രാജു. ഞാൻ 2-ാം വാർഡ് വടയമ്പാടിയിലെ സ്ഥാനാർത്ഥിയാണ്. എന്ത് ചെയ്യുക? ഞാൻ CDS മെമ്പറാണ്. ഇതിനു മുമ്പ് CDSൻ്റെ ചെയർപേഴ്സണായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കാരണം എനിക്ക് വാർഡുമായിട്ട് വാർഡിലെ ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ കുടുംബശ്രീ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ജനങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ അറിയാവുന്ന ആളാണ്. എന്തൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്? റോഡ് മോശമാണ്. നമ്മുടെ പൂത്തൃക്ക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം റോഡ് മോശമാണ്. അതുപോലെ തന്നെ ലൈറ്റ് ഇല്ല. ഞങ്ങളിപ്പോൾ വീട് കയറുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, ജയിച്ചു കഴിഞ്ഞാൽ ആദ്യമേ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടത് റോഡ് വികസനം വേണം, ലൈറ്റ് വേണം, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ജലസേചന സൗകര്യങ്ങൾ. നമ്മുടെ പൂത്തൃക്ക പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഷിക മേഖലയാണ്, കൂടുതലായിട്ടുള്ള മേഖലയാണ് പൂത്തൃക്ക പഞ്ചായത്ത്. അവിടെ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കരുതിയിട്ടുണ്ട്. ജയിച്ചു വന്ന ജനങ്ങൾക്ക് വേണ്ടി 5 വർഷം ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണം എന്നൊരു ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഇതിലേക്ക് വന്നേക്കുന്നത്. പൂത്തൃക്ക പഞ്ചായത്ത്. എൻ്റെ പേര് ജിൻസി സൂരജ്. പൂത്തൃക്ക പഞ്ചായത്തിൽ 1-ാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്ത് ചെയ്യാണ്? ഞാൻ നഴ്സായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണില്ല, ഹൗസ് വൈഫായിട്ട് വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കുമെന്നുള്ളൊരു വാഗ്ദാനമാണ് നൽകുന്നത്. ഞാനൊരു സോഷ്യൽ വർക്ക് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. അത് 2020 കൂടി എനിക്ക് സാധിച്ചു എന്നറിഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ജനങ്ങളുടെ നന്മ, ഒരു അഴിമതിരഹിത ഭരണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തുകളിൽ നമ്മളത് കണ്ടതാണ്, നേരിട്ട് കണ്ടതിൻ്റെ ഒരു അനുഭവത്തിലാണ് ഞങ്ങൾ ഓരോ 16 പേരും ഇവിടെ നിൽക്കണേ. അപ്പോൾ ഒരു സ്ത്രീ ശാക്തീകരണമാണ് ഞങ്ങൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തെങ്കിലുമൊക്കെ നന്മകൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും സന്തോഷം. ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയാണ്. പേര് ദീനാമ്മ ജേക്കബ്. കോലഞ്ചേരി ഡിവിഷൻ, പൂത്തൃക്ക പഞ്ചായത്തിലെ കോലഞ്ചേരി ഡിവിഷനാണ്. ഞാൻ ഇതിലേക്ക് വരാനായിട്ട് ഒരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്നേഹവും സഹനവും വിട്ടുവീഴ്ചയും കരുതലും എല്ലാം ഒരു സ്ത്രീക്ക് പ്രകൃതിദത്തമായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ്. അപ്പോൾ ഒരു വീടിൻ്റെ നെടുന്തൂണാകാൻ കഴിവുള്ളവളാണ്, ഒരു മൾട്ടി ടാസ്കർ തന്നെയാണ്.
അതുകൊണ്ട് തന്നെ നാടിൻ്റെ അമ്മയായിട്ട് മാറാനും സാധിക്കും. പിന്നെ നമുക്കറിയാം സാധാരണക്കാരൻ്റെ ആവശ്യങ്ങൾ, കിടപ്പാട് വേണ്ടതിന് കിടപ്പാടം വേണം, ഭക്ഷണം വേണ്ടതിന് ഭക്ഷണം വേണം, വസ്ത്രം വേണ്ടതിന് ഭക്ഷണം വേണം. ഇതെല്ലാം ഒരു സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളാണ്. ഇതൊക്കെ പോലും നമ്മൾ ശരിയാക്കി കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു രാഷ്ട്രീയ പാർട്ടി? രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ജനസേവനമാണ്. അപ്പോൾ അതിനെല്ലാം ഞങ്ങൾ നട്ടലോടുകൂടി ഞങ്ങളെല്ലാവരും ഈ 16+2 18 പേരും റെഡിയാണ്. അങ്ങനെ ഈ 18 പേരും വിജയിച്ച് ഞങ്ങൾ ഈ ഇന്ത്യയിൽ തന്നെ ഒരു ബെസ്റ്റ് പഞ്ചായത്ത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഒരു ഭാഗമാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ചേച്ചി, ഞാൻ പൂത്തറക്ക ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്നതാണ്. വടകോട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുകയാണ്. പേര് ഷൈനി ജെയിംസ് എന്നാണ്. എന്ത് ചെയ്യാണ്? ഞാൻ ഹൗസ് വൈഫാണ്. എന്തുകൊണ്ടാണ് ഈ മത്സരിക്കാൻ ഒരു ധൈര്യം കിട്ടിയത്? നമ്മൾ ഇത്രയും നാളിനോടിടയ്ക്കായിട്ട് നമ്മൾ പല രാഷ്ട്രീയക്കാരെയും കണ്ടു, പലതും കണ്ടു പഠിച്ചു. അപ്പോൾ നമുക്കിങ്ങനെ കിഴക്കമ്പലത്ത് പോയ നമ്മൾ പലതും കാണുന്നുണ്ടായിരുന്നു. നമുക്ക് ഞങ്ങളുടെ റോഡെന്ന് പറഞ്ഞാൽ പൂത്തറക്ക റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കരം ഒരു ചൂണ്ടി വാട്ടർ അതോറിറ്റിക്ക് പോകുന്ന റോഡാണ്. ഞങ്ങൾ എന്നും പൊടിശല്യം തിന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരാണ്. റോഡ് സൈഡിൽ തന്നെയാണ് വീട്. റോഡ് എപ്പോഴും താറുമാറായി കിടക്കുന്ന ഒരു റോഡാണ് ഞങ്ങളുടെ. അപ്പോൾ ഞങ്ങൾ എന്നും വിചാരിക്കും ഈ റോഡൊന്ന് നന്നായി കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി ആശ്വാസമായിരുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ നമുക്കൊരു വഴിവിളക്കുകളില്ല. ഭയങ്കരമായിട്ടൊരു പ്രശ്നത്തിൽ തന്നെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സമയത്താണ് 2020 എന്ന പാർട്ടി നമ്മുടെ അടുത്ത് വരികയോ ഇങ്ങനെ നിൽക്കാൻ പറയുകയും ചെയ്തപ്പോൾ ഞങ്ങളെല്ലാവരും അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് നിൽക്കുകയാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും. എന്തായാലും 18 പേരുണ്ട്. 16 പേര് പഞ്ചായത്തിലേക്കും 2 പേര് ബ്ലോക്കിലേക്കുമാണ് മത്സരിക്കുന്നത്. ബിനു ചേച്ചി കൂടെ നമ്മുടെ ചേരുന്നുണ്ട്. എന്ത് വാഗ്ദാനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? കാരണം കിഴക്കമ്പലത്ത് 2020യെ പറ്റി പറയുമ്പോൾ ഏറ്റവും കൂടുതലും ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റാണ്. അപ്പം ഇവിടെ എന്താണ് നിങ്ങൾ വാഗ്ദാനം നൽകുന്നത്? നമ്മൾ വാഗ്ദാനമായിട്ടൊന്നും കൊടുക്കുന്ന അല്ല, നമ്മൾ ജനങ്ങളുടെ ബേസിക് നീഡ്സിനെ പരിഹരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ വാഗ്ദാനവും. കാരണം ജനങ്ങളുടെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പല പ്രശ്നങ്ങളാണ്. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ജനങ്ങളുടെ സാധാരണക്കാരായ ജനങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതായത് ഒന്ന്, വീടുകളില്ലാത്തവരുണ്ട്, കുടിവെള്ളം എത്താത്ത പല സ്ഥലങ്ങളും ഉണ്ട്, ടോയ്ലറ്റ്സ് എല്ലായിടത്തും എത്തിയിട്ടുണ്ടോയെന്ന് തന്നെ സംശയമുണ്ട്, പല കോളനികളും ഉണ്ട് ഇവിടെ. അപ്പോൾ 2020യുടെ ഇത് പർപ്പസ് തന്നെ സാധാരണക്കാരുടെ അതായത് ഉയർത്തുക, അവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അതിനൊരു പരിഹാരം നമ്മുടെ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. പിന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ, റോഡുകൾ, കൃഷിയിടങ്ങൾ. അപ്പോൾ ഇതൊക്കെ പൂത്തറക്കയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് 2020യുടെ. സ്ഥാനാർത്ഥി ആകുവാണ് എന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ്. വീട്ടിൽ നിന്നാണ് നമ്മളെ രംഗത്തേക്ക് ഇറക്കി വിട്ടത് തന്നെ. കുഴപ്പമില്ല, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇറക്കി വിട്ടത്. മക്കളെന്ത് പറഞ്ഞു? മക്കൾക്കും സപ്പോർട്ടാണ്. ഒരു കുഴപ്പമില്ല മമ്മി, ധൈര്യമായിട്ട് ഇറങ്ങിക്കോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരുന്നു വീട്ടിൽ സപ്പോർട്ട്? ഹസ്ബൻഡ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ മക്കൾ പുറത്താണ്, വെളിയിലാണ്. ഒരാൾ ജർമ്മനി, ഒരാൾ ഇംഗ്ലണ്ടിൽ. വേണ്ടെന്ന് പറഞ്ഞ അല്ലല്ല, ഒരിക്കലും പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പം പുറം രാജ്യങ്ങളിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഭാവി സുരക്ഷിതമാകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും മനസ്സിലായി 2020 അങ്ങനെയുള്ളൊരു പാർട്ടിയാണെന്ന് മനസ്സിലായി. തീർച്ചയായിട്ടും അമ്മ ഫുൾ സിംഗായിട്ട് സപ്പോർട്ട് ചെയ്ത് ഫുള്ളായിട്ട് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് അവർ പറയുന്നത്. ആരെങ്കിലും എതിർത്തിരുന്നോ കുടുംബത്തിൽ? ഇല്ല, ആരും എതിർത്തില്ല. ആദ്യം എനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഇപ്പം പല സ്വഭാവക്കാരാണല്ലോ, പക്ഷേ എല്ലാവരും ഭയങ്കര സപ്പോർട്ടോടുകൂടി ഓരോരുത്തരും ഡെയിലി അപ്ഡേറ്റ് വയ്ക്കും. എങ്ങനെയായി, എന്തായി അമ്മ, ഞങ്ങൾ ഹാപ്പിയാണ്. ഈവൻ അവിടെയൊക്കെ പുറം രാജ്യങ്ങളിൽ എല്ലാവരും പറയുന്നത് 2020യെക്കുറിച്ച് വളരെ അഭിമാനപൂർവ്വമാണ് അവർ പറയുന്നത്. അവർ ചോദിക്കുന്നത് അവർക്ക് വോട്ട് കിട്ടുമോ, തപാൽ വോട്ടോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ വോട്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത്രയ്ക്കും ഹാപ്പിയാണ് 2020യെക്കുറിച്ച്. നല്ല സപ്പോർട്ടാണ്. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി തന്നെയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്കൊരു സ്പെഷ്യൽ ചൈൽഡ് ഉണ്ട്, രണ്ടാമത്തെ മോന്. എങ്കിൽ പോലും അവരെല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നത്. ആരെങ്കിലും പറഞ്ഞോ നിൽക്കണ്ടെന്ന്? ഇല്ലില്ല, ഫസ്റ്റ് തന്നെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് വന്നപ്പോൾ തന്നെ എല്ലാവരും
മുന്നോട്ട് തന്നെ പൊയ്ക്കോളാനാണ് പറഞ്ഞത്. എല്ലാവരും ഫാമിലിയിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം സോഷ്യൽ വർക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളതൊരു കാര്യമായതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു നീ മുൻപോട്ട് തന്നെ പൊയ്ക്കോ എന്ന് പറഞ്ഞു. ആ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. തീർച്ചയായിട്ടും വിജയിക്കും. ഞങ്ങൾ 16 പേരും വിജയിച്ച് തന്നെ വരും. ഹസ്ബൻഡുണ്ട്. ഹസ്ബൻഡ് ഇതിൽ 6 വർഷമായിട്ട് ഇതിൻ്റെ പ്രവർത്തനം കണ്ട് അതിലേക്ക് തന്നെ സ്വയം ഞാൻ ഇതിലേക്ക് ഉണ്ടെന്നും പറഞ്ഞ് ഇറങ്ങി ചെന്ന വ്യക്തിയാണ്. അപ്പോൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്. പിന്നെ മക്കൾ സ്ഥലത്തില്ല, പക്ഷേ മക്കൾ എന്നും ഫോൺ വിളിച്ച് പറയും അമ്മേ നല്ലോണം ജയിച്ചു വാ, ഞങ്ങൾക്ക് അഭിമാനമാണ് അമ്മ 2020 വിജയിച്ച് വരുന്നത് എന്നാണ് മക്കൾ പറയുന്നത്. ഫുൾ സപ്പോർട്ടുണ്ട് കുടുംബത്തിൻ്റെ. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഭർത്താവ് തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്? ചേട്ടൻ, ഭർത്താവ് തന്നെ സപ്പോർട്ട് ചെയ്തു. പുള്ളി ഒരാളുള്ളൂ എനിക്ക്, പുള്ളിക്കാരി നല്ല സപ്പോർട്ടാണ്. ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് പറഞ്ഞോ 2020 പോകരുത് എന്ന്? പറഞ്ഞായിരുന്നു. ചേട്ടൻ്റെ വീട്ടുകാർ മൊത്തം വേറെയാണ്. അപ്പോൾ അവർ പറഞ്ഞു വേറെ രാഷ്ട്രീയക്കാരായ തന്നെ അവർ പറഞ്ഞു അത് അങ്ങോട്ട് പോയത് ശരിയായില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു, 2020യോടൊപ്പം പോകാമെന്ന്. വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. ഏട്ടനും ഏട്ടൻ്റെ അമ്മയാണ് കൂടുതൽ സപ്പോർട്ട്. ഏട്ടനും പറഞ്ഞു നല്ല 2020യിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചാടി ഓക്കെ പറഞ്ഞ ആൾ അമ്മയും ഏട്ടനും കൂടിയാണ്. നല്ല സപ്പോർട്ടാണ് എല്ലാവരും. എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും നല്ല നല്ല സപ്പോർട്ടുകളാണ്. ആരെങ്കിലും ഇപ്പോൾ സുഹൃത്തുക്കളോ ആരെങ്കിലും എതിർത്തിരുന്നോ എപ്പോഴെങ്കിലും? സുഹൃത്തുക്കളിൽ ഒരാൾ പറഞ്ഞിരുന്നു വേണ്ട നീ അതിൽ പോകണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ പ്രതികരിച്ചത് എൻ്റെ ഏട്ടനാണ്. ഏട്ടൻ പറഞ്ഞു അവളുടെ സ്റ്റാൻഡ് എന്താണോ ആ കൂടെ ഞാൻ നിൽക്കും എന്ന് തന്നെ ഏട്ടൻ പറഞ്ഞു. ഏട്ടൻ വീട്ടുകാരാണ് കൂടുതൽ സപ്പോർട്ട് ചെയ്തത്. പ്രശ്നമൊന്നും. എൻ്റെ ഹസ്ബൻഡാണ് ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത്. എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് പുറത്താണ്. അപ്പോൾ പുള്ളിക്കാരനെ പറഞ്ഞത് തനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതാണ്, താൻ അതിൻ്റെ മുന്നോട്ട് പോയിക്കോ, ഫുൾ സപ്പോർട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ പുള്ളിക്കാരൻ ഇന്നലെ വന്നു. 1 മാസമായുള്ളൂ പോയിട്ട് വന്നിട്ട്. ഇപ്പോൾ ഇന്നലെ വന്നു. ഫുൾ സപ്പോർട്ടാണ് പിള്ളേർ. ആരെങ്കിലും എതിർത്തിരുന്നോ? ഇല്ല ആരും 2020 ഇവിടെ വരണമെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടുകാരെ പോലെ തന്നെ നാട്ടുകാരെ പോലെ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ 2020യുടെ ഒരു ഇതായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്ത്. ഇത് ആരും പുറകിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടില്ല. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു. ഇളയ കുട്ടിക്കായിരുന്നു കൂടുതൽ സന്തോഷം. പക്ഷെ അവനൊരു വിഷമം ഉണ്ടായിരുന്നു. അവനെ BSc നഴ്സിംഗ് പഠിക്കുക. അപ്പോൾ ഒന്നിനും കൂടെ വരാൻ പറ്റില്ല, എക്സാം ടൈമായിരുന്നു. വീട്ടിൽ നിന്ന് എല്ലാവർക്കും സപ്പോർട്ടാണ്. ആരെങ്കിലും എതിർത്തിരുന്നോ? ഇല്ല, എല്ലാവരും അവിടെയുള്ളവർക്കെല്ലാം 2020യോട് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിരുന്നു ഏറ്റവും ഇഷ്ടം ഞാൻ നിൽക്കണേന്. അവരാണ് എന്നെ അവിടെ നിർത്തിയത്. കാരണം നമ്മുടെ ഞങ്ങളുടെ ഏരിയയിലേക്ക് ഒരു മെമ്പർ ഇല്ലായിരുന്നു. എന്നും വേറെ സൈഡിലേക്കായിരുന്നു പോകുന്നത്. ഞാൻ മറ്റുള്ള ഏരിയയിൽ നിർത്തിയാൽ തന്നെ അവർ തോൽപ്പിക്കുമായിരുന്നു. പക്ഷെ 2020 നിന്ന് അവിടെ നിന്ന് ജയിക്കണമെന്ന് എൻ്റെ ഫ്രണ്ട്സിനും കൂടുതൽ ആഗ്രഹമായിരുന്നു. അങ്ങനെയാണ് സപ്പോർട്ടാണ്. വീട്ടിലെല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു. ആർക്കും ബുദ്ധിമുട്ട് എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല വിടാനായിട്ട്. സമീപത്തുള്ള ആൾക്കാരോ? അവരും ഭയങ്കര സപ്പോർട്ടാണ്. എല്ലാവരും സപ്പോർട്ടാണ്. എല്ലാവർക്കും നല്ല പോസിറ്റീവായിട്ടാണ് എല്ലാവരും പറയണേ. മോള് നിന്നാൽ കുഴപ്പമൊന്നുമില്ല, മോള് ജയിക്കും, അങ്ങനെയൊക്കെ എല്ലാവരും പറയുന്നത്. നെഗറ്റീവായിട്ട് ആരും പറയണില്ല. വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. ഹസ്ബൻഡായിരുന്നു. നന്മ ചെയ്യാൻ എല്ലാവരും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹസ്ബൻഡിന് നല്ലതായിരുന്നു. പിന്നെ മക്കൾക്കും കുഴപ്പമില്ല. മക്കൾക്ക് ആദ്യം എതിർപ്പില്ല? ഇല്ല, എതിർപ്പുണ്ടായിരുന്നില്ല. അവർ അറിഞ്ഞപ്പോൾ കുഴപ്പമില്ല, അമ്മ നിന്നോ, നന്മയ്ക്ക് വേണ്ടി അല്ലേന്ന് പറഞ്ഞുകൊണ്ട് അവർ സപ്പോർട്ടായിരുന്നു. സപ്പോർട്ടാണ്. ചേട്ടനാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത്, സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. പിന്നെ ചേട്ടൻ്റെ പെങ്ങന്മാരായാലും അവർക്കാണ് കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഒരു നാട്ടുകാർക്ക് നല്ലത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്നതിന് എല്ലാവർക്കും സപ്പോർട്ടാണ്. അവർ കൂടെ നിൽക്കുന്നുണ്ട്. മക്കൾ മൂത്തയാൾ 10ലാണ്. അപ്പോൾ കുഴപ്പമില്ല, അവനും കൂടെ നിൽക്കുന്നുണ്ട്. കുഴപ്പമില്ല, എല്ലാവർക്കും. വീട്ടിലെല്ലാവരും സപ്പോർട്ടാണ്. അമ്മയാണ് മെയിനായിട്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എനിക്ക് 2 കുട്ടികളാണ്. രണ്ടും ചെറിയ കുട്ടികളാണ്. ഒരാൾക്ക് 3 വയസ്സും ഒരാൾക്ക് 1.5 വയസ്സും. ഞാൻ ഈ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ അമ്മയാണ് കുട്ടികളെ നോക്കും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ബ്രദർ വേറൊരു രാഷ്ട്രീയ മനോഭാവമുള്ള ഒരാളാണ്. അവൻ തന്നെയാണ് എന്നെ ഇതിലേക്ക് ആവണം, നിനക്ക് നല്ലത് ചെയ്യാൻ, നാട്ടുകാർക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യമാണ്. അനിയൻ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആള് വേറെ രാഷ്ട്രീയ പാർട്ടിക്കാരനാണ്. ആരെങ്കിലും വേറെ ആരെങ്കിലും എതിർത്തിരുന്നോ? ഇല്ല, അങ്ങനെ ആരും തന്നെ എതിർത്തിട്ടില്ല. ഇതിൽ തന്നെ നിൽക്കണം, ഇതിൽ തന്നെ കുറച്ച് വിശ്വസിക്കണം. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. മക്കളും കുഴപ്പമില്ല. മോൻ പുറത്താണ്. അവൻ പറഞ്ഞു ഇത്ര 25 വർഷത്തോളം അമ്മ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഇനി കുറച്ച് സമ്പത്തിന് വേണ്ടി ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇറങ്ങിയതാണ്. ഫുൾ സപ്പോർട്ടാണ്. ഒരു ഇതില്ല, എല്ലാവർക്കും ഇഷ്ടമാണ്. ആരെങ്കിലും പറഞ്ഞു 2020 പോകരുത് എന്ന് പറഞ്ഞു? ഇല്ല, എല്ലാവർക്കും ഫുൾ സപ്പോർട്ടാണ്. 2020നെ കുറിച്ച് നല്ല അഭിപ്രായമാണ്.
വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡ് മറ്റേ ഇതിൻ്റെ അകത്ത് ഏരിയ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഏറ്റവും കൂടുതൽ അതിനകത്ത് ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിന് മുന്നോട്ട് വരാനും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്, കുഞ്ഞുങ്ങളാണ്. ഒരാൾക്ക് 3 വയസ്സ്, ഒരാൾക്ക് 9 വയസ്സായുള്ളൂ. ഇളയ മോനാണെങ്കിൽ വീട്ടിൽ എല്ലാ പരിസരത്തും എല്ലാ വീടുകളിലും ചെന്നിട്ട് ചോദിക്കും, എൻ്റെ അമ്മയ്ക്ക് വോട്ട് ചെയ്യുമോ, എൻ്റെ അമ്മയ്ക്ക് വോട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അവനാണ് ഏറ്റവും കൂടുതൽ ഇതാവുന്നത്. ഈ അമ്മയുടെ ഫോട്ടോ ഈ മതിലയിലൊക്കെ ഒട്ടിച്ച് വെച്ചേക്കുന്നതൊക്കെ നോക്കിയിരിക്കാറുണ്ട്. തീർച്ചയായിട്ടും. കാരണം അവന് അത് ചിലപ്പോൾ അവനൊരു പോസ്റ്റർ ചിലപ്പോൾ ഒന്ന് കീറി വെച്ച് അടുത്തുകൂടി അവൻ തന്നെ ഒട്ടിച്ച് വയ്ക്കും. അങ്ങനെയുള്ള ഒരിതാണ് അവൻ്റെത്. വീട്ടിലെ മതിലയിൽ ഇഷ്ടംപോലെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് മാത്രം ഒരു സൈഡ് ഞങ്ങൾ കൊടുത്തേക്കുക. അത് അവൻ ഒട്ടിക്കുക, അവൻ്റെ ഹോബിയായി മാറിയേക്കുക. ആരെങ്കിലും എതിർത്തിരുന്നോ വീട്ടിൽ നിന്ന്? ഇല്ല, ആരും എതിർത്തിട്ടൊന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് അമ്മയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. കാരണം ഇവരെ നോക്കുന്നതും അമ്മയാണ്. അപ്പോൾ ഈ രാവിലെ വൈകിട്ടും ഒക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ രാത്രിയൊക്കെ ആവും. അപ്പോൾ ഇവരെ നോക്കുന്നതും ഒക്കെ അമ്മയാണ്. അതുകൊണ്ട് അമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് വീട്ടിൽ? വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ ഹസ്ബൻഡിൻ്റെ അമ്മയും സപ്പോർട്ടായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ മക്കളെന്ന് പറയുന്നത്, മക്കൾ എന്നോട് പറഞ്ഞു, അമ്മ ഓക്കെ ആണെങ്കിൽ, അമ്മ ഹാപ്പി ആണെങ്കിൽ അമ്മ ചെയ്തോ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, അമ്മ ഹാപ്പി ആയിരിക്കണം എന്ത് ചെയ്താലും എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഹാപ്പിയാണ്. ഓക്കെ. ഇല്ല, ഭീഷണിയൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സ് കിഴക്കമ്പലം, ഐക്യനാടിലൊക്കെ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. അവരുമായിട്ടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ അവരും ഭയങ്കര സപ്പോർട്ടാണ്. പറഞ്ഞു, നീ ധൈര്യമായിട്ട് നിന്നോ, നിനക്ക് പേടിക്കേണ്ട, നിനക്ക് നാടിന് വേണ്ടി നന്മ ചെയ്യാൻ സാധിക്കും എന്നവർ ഉറപ്പ് പറഞ്ഞു. ആ ഉറപ്പിൻ്റെ പുറത്ത് നമ്മൾ മുന്നോട്ട് പോകാം. ഹസ്ബൻഡ് സപ്പോർട്ടാണ്, നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡിൻ്റെ അമ്മയും നല്ല സപ്പോർട്ടാണ്. പിന്നെ പിള്ളേരും കുഴപ്പമില്ല, നല്ല സപ്പോർട്ടാണ്. സപ്പോർട്ടല്ലാത്ത ആരുമില്ല. എല്ലാവർക്കും ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നപ്പോൾ അടുത്തുള്ളവരെല്ലാം പറയുന്നത്, മോൾ ധൈര്യമായിട്ട് നിന്നോ, ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യും. ധൈര്യത്തിലാണ്. എൻ്റെ വീട്ടിൽ ഫുൾ സപ്പോർട്ട് ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് നാട്ടിലില്ല, സൗദിയിലാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വന്നത്. ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ ഭർത്താവ്, ചാച്ചനും അമ്മയും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. അതുപോലെ അയൽവക്കത്തുള്ളവരും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. എല്ലാവരും പറയണേ, നിന്നെക്കൊണ്ട് സാധിക്കും, കാരണം നിനക്ക് ഇത്രയൊക്കെ നടക്കാമെങ്കിൽ പിന്നെ ഇതെന്തുകൊണ്ട് സാധിക്കില്ല. എല്ലാവരും നല്ല പോസിറ്റീവായിട്ടുള്ള ഇതാണ് തരുന്നത്. പിന്നെ മക്കൾ ഒരു മോൾ ഇവിടെ ഇല്ല, ഒരു മോൾ ഓസ്ട്രേലിയയിലാണ്, മോൻ +1 പഠിക്കുന്നത്. പിള്ളേർക്ക് കാരണം ഇതിനെപ്പറ്റി അത്ര അറിയില്ലാത്തത് കാരണം പിള്ളേർ കുഴപ്പമില്ല, എന്നുവെച്ചാൽ അങ്ങ് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്ന പോലുള്ള രീതിയിൽ അവർക്ക് അത് അറിയില്ലാത്തത് കൊണ്ടാണ്, അല്ലാത്ത വേറെ കുഴപ്പമൊന്നുമില്ല. ബാക്കി എല്ലാവരും തന്നെ എൻ്റെ വീട്ടിൽ നിന്നുള്ളവരും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. കാരണം ആക്റ്റീവായിട്ട് നടക്കാൻ കാരണം സമൂഹത്തിൽ ഇറങ്ങിക്കഴിയുമ്പോൾ 10 പേരെ കാണുമ്പം, കാരണം അവരുടെ ആവശ്യങ്ങൾ നമുക്കറിയാൻ പറ്റും. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് അതിൻ്റെ അടുത്തുള്ള വീട്ടുകാരുടെ ഇത് മാത്രമേ, പക്ഷേ നമ്മൾ ഇതിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എന്തോരം ആൾക്കാർക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണെന്നുള്ളത്. കാരണം അത് നമ്മളെക്കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ്. ഞങ്ങൾ 16 പേരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഈ വാർഡ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ആരെങ്കിലും എതിർത്തിരുന്നോ? എതിർത്തോന്ന് ചോദിച്ചാൽ അങ്ങനെ എതിർക്കാൻ പാകത്തിന് അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ബോട്ടിക്കാണ് നടത്തുന്നത്, അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെന്തെങ്കിലും പ്രശ്നം പറ്റുന്നെങ്കിൽ ആരെങ്കിലും പറഞ്ഞു? എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് തുടങ്ങിയിട്ട് അതിനോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഇത് വേണമെന്ന് എനിക്ക് തോന്നി, നമ്മുടെ നാടിന് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇറങ്ങി. എംപ്ലോയി ആയിട്ടുള്ള ഒരു ചേച്ചി തന്നെ നല്ല സപ്പോർട്ടാണ്. ആ ചേച്ചിയുടെ സ്ഥാപനം പോലെ തന്നെ ആ ചേച്ചി നോക്കി നടത്തുന്നതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷൻ വരുന്നില്ല. അപ്പം ഫാമിലിയിൽ നിന്നും എല്ലാവരുടെ അടുത്തു നിന്നും എനിക്ക് നല്ല സപ്പോർട്ടുണ്ട്. ഇപ്പം നമ്മുടെ പോസ്റ്ററൊക്കെ ഇങ്ങനെ മതിലൊക്കെ കാണുമ്പോൾ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കും? വിളിച്ചിട്ടുണ്ട്. പക്ഷേ പോസ്റ്റർ ഒട്ടിച്ചെടുത്ത് നമ്മുടെ പോസ്റ്റർ ഇല്ല, അതാണ് സത്യം. അത് എല്ലാവരും കീറിക്കളയുവാണോ എന്താണെന്ന് അറിയത്തില്ല. അതിൻ്റെ മണ്ടയിൽ വരുന്നുണ്ട് ഓരോരോ മറ്റ് പോസ്റ്ററുകൾ. അപ്പം നമ്മൾ ഫ്ലെക്സ് അങ്ങനെ എടുത്തിട്ടില്ല. ഫ്ലെക്സൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കും, ഇങ്ങനെ നിൽക്കുന്നു നീയോ, അങ്ങനെയുള്ള രീതിയിൽ. അങ്ങനെ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ 2 കുട്ടികളുണ്ട്, കുഞ്ഞു കുട്ടികളാണ്. ഒരാൾക്ക് 1 വയസ്സായതേ ഉള്ളൂ, ഒരാൾക്ക് 3 വയസ്സ്. 3 വയസ്സുള്ള ആൾ സ്കൂളിൽ ചെല്ലുമ്പോൾ അമ്മ 2020 എന്നാണ് എപ്പോഴും, വേറെ പറയാറായിട്ടില്ല. അപ്പം അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അവിടുത്തെ ടീച്ചർ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ ഫുൾ സപ്പോർട്ടാണ്. സാധാരണക്കാരുടെ ഒപ്പം 2020 നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്, അത്യാവശ്യം സാമ്പത്തികമുള്ള വീട്ടിലേക്കാണ്. കൈയിട്ട് വാരില്ല എന്നൊരു ഉറപ്പ് എന്തായാലും ഇവരുടെ ഭാഗത്തു നിന്നും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. റോഡ് നിർമ്മാണത്തിൽ നിന്നും ഫണ്ടടിച്ചു മാറ്റുന്നതൊക്കെ നമ്മൾ കണ്ടിട്ട് കേട്ടിട്ടും ഒക്കെ ഉള്ളതാണ്. ഒരുപാട് അഴിമതി കഥകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. എന്തായാലും 2020 ഭരിക്കുന്ന നാട്ടിൽ അല്ലെ ആ പഞ്ചായത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള അഴിമതിയിൽ കാണില്ല.
റോഡ് നിർമ്മിച്ചാൽ അത് നിർമ്മിച്ചത് തന്നെയാണ്, നല്ല കൃത്യമായിട്ടാണ് നിർമ്മിക്കുക. BMBC റോഡുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള റോഡുകളൊക്കെ എല്ലാ പഞ്ചായത്തുകളിലും അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ചെയ്തു കൊടുക്കും എന്നാണ് 2020 ചീഫ് കോർഡിനേറ്റർ സാബു ജേക്കബ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വിജയപ്രതീക്ഷയിൽ തന്നെയാണ് പൂത്തൃക്ക പഞ്ചായത്തിലെ 2020 സ്ഥാനാർത്ഥികളും. പൂത്തൃക്കയിൽ നിന്നും DK ദിലീപിനോടൊപ്പം R. പിയൂഷ്, മറുനാടൻ മലയാളി.